തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിലുള്ള സംശയം പ്രകടിപ്പിച്ച് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ രംഗത്ത്. സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനുമായി ഞായറാഴ്ച സംസാരിക്കവെ ഇറാൻ സായുധസേനാ മേധാവി അബ്ദുൾ റഹീം മൂസവി ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ തിരിച്ചടിക്കാൻ തെഹ്റാൻ തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകി. ശത്രുവിന്റെ ഇസ്രായേൽ പ്രതിബദ്ധതകളിലും വെടിനിർത്തലിലുമുള്ള ഞങ്ങളുടെ പൂർണ്ണ സംശയങ്ങൾ കാരണം അവർ ആക്രമണം ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ മറുപടി നൽകാൻ തയ്യാറാണ്, റോയിട്ടേഴ്സ് തെഹ്റാനിലെ സെമി ഔദ്യോഗിക തസ്നിം വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് പറഞ്ഞു. ഇറാൻ യുദ്ധം ആരംഭിച്ചില്ലെങ്കിലും രാജ്യം ആക്രമിയെ ഞങ്ങളുടെ എല്ലാ ശക്തിയോടും കൂടി നേരിട്ടു എന്ന് മൂസവി പറഞ്ഞു. ജൂൺ 13-ന് ഇസ്രായേൽ ഇറാന്റെ ആണവ പരിപാടിയെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തോടെ ആരംഭിച്ച രണ്ടാഴ്ചയോളം നീണ്ട തീവ്രമായ പോരാട്ടം അവസാനിപ്പിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രസ്താവനകൾ വന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ 30ഓളം മുതിർന്ന ഇറാൻ കമാൻഡർമാരെയും 11 ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചതായും 8 ആണവ സംബന്ധിയായ കേന്ദ്രങ്ങളും 720-ലധികം സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടതായും അവകാശപ്പെട്ടു. യുഎസ് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് ഈ സംഘർഷത്തിൽ 417 സാധാരണക്കാർ ഉൾപ്പെടെ 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. 550-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു. ഭൂരിഭാഗവും തടഞ്ഞെങ്കിലും ആക്രമണങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും 28 പേർ മരിക്കുകയും ചെയ്തു. വാരാന്ത്യത്തിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ആണവശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 60ഓളം പേർക്ക് ഇറാൻ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ നടത്തി.